ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന മൂത്രക്കല്ല് അല്ലെങ്കിൽ റീനൽ സ്റ്റോണിനെ കുറിച്ചാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കാൽസ്യം ഓക്സലേറ്റ് സ്റ്റോൺ ആണ്. അപ്പോൾ നമുക്ക് അത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭയങ്കര വേദന ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾക്ക് ചില ആളുകളിൽ ഈ മൂത്രത്തിന്റെ കൂടെ ചെറിയ അളവിൽ ബ്ലീഡിങ്ങും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിത രീതി തന്നെയാണ്. അതായത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കില്ല. അപ്പോൾ നമ്മൾ പരമാവധി പകൽ സമയത്ത് തന്നെ ഒരു 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ നിർബന്ധമായിട്ടും കുടിച്ചിരിക്കുക. ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന കോഫി, അതുപോലെ ചായ, എനർജി ഡ്രിങ്ക് ഒക്കെ ഒഴിവാക്കുക. ആൽക്കഹോൾ ഒഴിവാക്കുക. പിന്നെ എക്സസ് ആയിട്ട് സോൾട്ട്, ഉപ്പ് അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതും കുറയ്ക്കുക. ഇനി നമുക്ക് ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന 5 വസ്തുക്കളാണ് ഇന്ന് പറയുന്നത്. ആദ്യം തന്നെ പറയുകയാണെങ്കിൽ നമ്മുടെ ചെറുനാരങ്ങന്റെ നീര്, ഒരു 1/4 കഷ്ണം ചെറുനാരങ്ങന്റെ നീര് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയറ്റിലും അതുപോലെ തന്നെ രാത്രിയിൽ ഡിന്നറിന്റെ മുമ്പായിട്ടും കഴിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അതിൽ കുറെ സിട്രേറ്റ് ഉണ്ട്. ഈ സിട്രേറ്റ് നമ്മുടെ എക്സസ് ആയിട്ടുള്ള കാൽസ്യമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു സ്റ്റോൺ ഫോം ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇനി രണ്ടാമത്തത്, അതിന്റെ കൂടെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഒലീവ് ഓയിൽ. അത് നല്ല ലൂബ്രിക്കന്റ് ആണ്. അതുപോലെ തന്നെ അതിൽ ഒരുപാട് ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തതാണ് നമ്മുടെ ആപ്പിൾ സിഡർ വിനെഗർ. അത് കുറച്ചും കൂടി നമുക്ക് ആ ഒരു pH ആൽക്കലൈൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി നാലാമത്തെ ഒരു ഫുഡാണ് നമ്മുടെ ഗോതമ്പ് പുല്ല് അല്ലെങ്കിൽ വീറ്റ് ഗ്രാസ്. അത് ജ്യൂസ് ആക്കിയിട്ട് രാവിലെ ഒരു നേരം അല്ലെങ്കിൽ വൈകുന്നേരം ഒരു നേരമൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ മെഗ്നീഷ്യത്തിന്റെ അളവ് കൂടുതലാണ്. ഈ മെഗ്നീഷ്യം കാൽസ്യമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ആ ഒരു എക്സസ് ആയിട്ടുള്ള കാൽസ്യം കുറച്ചിട്ട് സ്റ്റോണിനെ ഫോം ചെയ്യുന്നത് കുറയ്ക്കും. അതുപോലെ തന്നെ അതിൽ ഒരുപാട് നല്ല ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇനി അഞ്ചാമത്തതാണ് മാതളത്തിന്റെ ജ്യൂസ്. ഈ ജ്യൂസ് നമ്മൾ മാതളം ജ്യൂസ് ആക്കിയിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ലവണങ്ങൾ വന്നിട്ട് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് സ്റ്റോണായി മാറുന്നത്. അപ്പോൾ ആ ഒരു അഗ്രിഗേഷനെ പ്രിവെന്റ് ചെയ്തിട്ട് സ്റ്റോണിനെ അങ്ങനെ ഫോം ചെയ്യുന്നത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ 5 വസ്തുക്കളും ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കുന്ന കാര്യം മറക്കാതിരിക്കുക. ഇനി നമ്മൾക്ക് ഹോമിയോപ്പതിയിലാണെങ്കിൽ ഈ ഒരു മൂത്രക്കല്ലിന് വളരെ ഫലപ്രദമായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക്, അതായത് ഒരു സ്റ്റോൺ വന്നു, അപ്പോൾ അതിനെ ട്രീറ്റ്മെന്റ് ചെയ്തു, വീണ്ടും വരിക, ആ ഒരു റിക്കറൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് മെഡിസിൻസ് ഉണ്ട്. നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ ആശ്വാസം ലഭിക്കുന്നതാണ്.